ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. മഴ പെയ്യും മുമ്പേ കുളമാകുന്ന കേരളം. പ്രധാന വാർത്തകൾ. മായാവതിക്കും ജയലളിതയ്ക്കും മമതാ ബാനർജിക്കും NDAയിലേക്ക് വരാമെന്ന് നരേന്ദ്രമോദി. ആരോടും തൊട്ടുകൂടായ്മയില്ല. മോദിയെയും BJPയെയും ഒരു തരത്തിലും പിന്തുണയ്ക്കില്ലെന്ന് മായാവതി. ഗുജറാത്തിൽ യുവതിയെ നിരീക്ഷിച്ച കേസിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. തൃശൂർ നഗരം പൂരലഹരിയിൽ. വർണ്ണം വാരി വിതറി കുടമാറ്റം. വെടിക്കെട്ടിന് മഴ ഭീഷണി. മദ്യനയത്തിൽ VD സതീശന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് PC ചാക്കോ. നേതാക്കൾക്കിടയിലെ ഭിന്നത പാർട്ടിയെ ബാധിക്കും. ഷാനിമോളുടെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന VD സതീശൻ. ബാറുകൾ അടച്ച ശേഷം കേരളത്തിൽ മദ്യത്തിന് ഉപഭോഗം കുറഞ്ഞെന്ന VM സുധീരൻ. പശ്ചിമബംഗാളിലെ ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസ് CBIക്ക് കൈമാറാൻ സുപ്രീംകോടതി നിർദ്ദേശം. പാമോലിൻ കേസിൽ അധിക രേഖകൾ ഹാജരാക്കാൻ VS അച്യുതാനന്ദന് സുപ്രീംകോടതി കൂടുതൽ സമയം അനുവദിച്ചു. കേസ് പരിഗണിക്കുന്നത് ജൂലൈയിലേക്ക് മാറ്റി. ഡൽഹി സർവകലാശാല പ്രൊഫസർ GN സായിബാബയെ നക്സൽ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര പോലീസ് പിടികൂടിയത് ചലനശേഷിയില്ലാത്ത അധ്യാപകനെ. സംസ്ഥാനത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശിയേക്കും. തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. 2 ദിവസമായി തുടരുന്ന വേനൽ മഴയ്ക്ക് ഇന്ന് താൽക്കാലിക ശമനമുണ്ടായി. 3 ദിവസം മുമ്പ് തെക്ക് കിഴക്ക് നിന്ന് രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്നലെ രാവിലെയോടെ വടക്ക് കിഴക്കോട്ട് നീങ്ങി ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടെ മഴയ്ക്ക് ശമനം വന്നെങ്കിലും സംസ്ഥാനത്ത് കനത്ത കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. 3 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായിരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയിലെത്തി. മഴക്കെടുതിയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 4 ജീവനുകളാണ് സംസ്ഥാനത്ത് ഇല്ലാതായത്. ഇതുവരെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിനടിയിലായതോടെ തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഇന്ന് രാവിലെയോടെ പുനഃസ്ഥാപിച്ചു. മഴയ്ക്ക് ശക്തി കുറഞ്ഞെങ്കിലും കൊച്ചിയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും ശക്തമായ വെള്ളക്കെട്ടിലാണ്. ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു. മലബാർ മേഖലയിലും ഇന്ന് രാവിലെയോടെ മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 245 വീടുകൾ തകർന്നു. 500 കിലോമീറ്ററിലധികം റോഡുകളും തകർന്നിട്ടുണ്ട്. മഴ കുറഞ്ഞതോടെ കുട്ടനാടിലെ കർഷകരും ആശ്വാസത്തിലാണ്. 2ാം ഘട്ട കൃഷിക്ക് നിലമൊരുക്കുന്ന പ്രവർത്തികൾ നടക്കുന്നതിനിടയിൽ മഴ കനത്തത് കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ നേരിടുന്നതിന് മരുന്ന് ലഭ്യത ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കാരുണ്യ നീതി സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മരുന്ന് വിതരണം അവതാളത്തിലായതോടെ ക്ഷാമം നേരിട്ടേക്കാമെന്ന് മെഡിക്കൽ ഓഫീസർമാർ വിലയിരുത്തിയിട്ടുണ്ട്. ജൂൺ മാസത്തോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കുള്ള ആന്റിബയോട്ടിക്കുകൾക്ക് ക്ഷാമം നേരിടാമെന്നാണ് മെഡിക്കൽ ഓഫീസർമാരുടെ യോഗത്തിലെ വിലയിരുത്തൽ. മതിയായ മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടികളെടുക്കാൻ ആരോഗ്യവകുപ്പ് മെഡിക്കൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകി. ലോക്കൽ പർച്ചേഴ്സിന് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നൽകി. ഒന്നിനും കുറവ് നമുക്ക് ഇപ്പോൾ ഇല്ല, പക്ഷെ നമ്മളത് കാണാതിരുന്നുകൂടാ. കാരണം ഒരുപക്ഷേ KMSL ടെൻഡർ ഫോർമാലിറ്റീസ് കിട്ടുമ്പോൾ വൈകിയാൽ നമ്മളതിന് പരിഹാരം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ നടപടികളെല്ലാം തന്നെ അത് ഫലവത്താണ്. കോർപ്പറേഷന്റെ റീടെൻഡർ വൈകിയതോടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നെത്തിക്കുന്നതിന് നടപടിയെടുക്കാൻ സ്റ്റോർ സൂപ്രണ്ടന്മാരുടെ യോഗം ചേർന്നിരുന്നു. ആവശ്യമായ മരുന്ന് ആശുപത്രികൾ പരസ്പരം കൈമാറാനാണ് യോഗത്തിൽ ധാരണയായത്. അതേസമയം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ എത്രമാത്രം മരുന്ന് ലഭ്യതയുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇതുവരെ ആരോഗ്യവകുപ്പിനായില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വർഷം പനി കുറവാണെന്നാണ് മെഡിക്കൽ ഓഫീസർമാരുടെ വിലയിരുത്തൽ. എന്നാൽ നഗരങ്ങളിലെ രൂക്ഷമായ മാലിന്യ പ്രശ്നം എലിപ്പനി കൂടാനിടയാക്കും. സംസ്ഥാനത്തെ തീരദേശം, കോർപ്പറേഷൻ വാർഡുകൾ എന്നിവിടങ്ങളാണ് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി ഭീഷണിയുള്ള മേഖലകൾ. മീഡിയ 1 തിരുവനന്തപുരം. മഴയ്ക്ക് മുമ്പുള്ള മുൻകരുതലുകൾ എന്തൊക്കെ? വേനൽ മഴയിലും എന്തുകൊണ്ടാണ് കേരളം കുളമാകുന്നത്? ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് K ചന്ദ്രിക, തിരുവനന്തപുരം മേയർ, തിരുവനന്തപുരത്തുണ്ട്. G ശങ്കർ, ആർക്കിടെക്ട്, അദ്ദേഹം കൊല്ലത്ത് നിന്ന് ചേരുന്നു. ഡോക്ടർ മാത്യു വർഗീസ്, ഗവേഷകൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം K ചന്ദ്രികയിലേക്ക്. അഡ്വക്കേറ്റ് K ചന്ദ്രിക, തിരുവനന്തപുരം നഗരമാണ് ഒരുപക്ഷെ പോയ വർഷം ഏറ്റവും അധികം പകർച്ചവ്യാധികൾ ബാധിച്ചിട്ടുള്ള ഒരു നഗരം. പോയ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ്. എന്തൊക്കെ മുൻകരുതലുകളാണ് ഈ കൊല്ലം
മഴയ്ക്ക് മുമ്പായി തിരുവനന്തപുരം നഗരസഭ കൈക്കൊണ്ടിട്ടുള്ളത്? ഞങ്ങൾ എല്ലാ വർഷത്തെ പോലെ മഴക്കാലപൂർവ്വ ശുചീകരണം ഈ മാസം മെയ് മാസം 5-ാം തീയതി തന്നെ ആരംഭിച്ചു. വാർഡ് തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് എനിക്ക് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്ലാന്റ് അടച്ച് സർക്കാർ പൂട്ടിയിട്ടതിന് ശേഷം UDFന്റെ കൗൺസിലർമാർ നഗരസഭയുടെ കവാടത്തിൽ വന്നിരുന്ന് സമരം ചെയ്യുക. വാസ്തവത്തിൽ എല്ലാ കൗൺസിലർമാരും അവരവരുടെ വാർഡിൽ നിന്ന് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. അതെല്ലാം മറന്നിട്ട് കോർപ്പറേഷന്റെ കവാടത്തിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ സമരം ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അത് വാസ്തവത്തിൽ നഗരത്തിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുക ചെയ്യേണ്ടത്. ഇവരെ എന്തിനാണ് നഗരസഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ടതെന്ന് തീർച്ചയായിട്ടും ജനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അതാത് വാർഡിലെ കൗൺസിലർമാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഓടകളും കാട് വെട്ടുന്ന പദ്ധതിയെല്ലാം ആ രീതിയിലാണ് നടക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 43ഓളം കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ വന്നിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർഡുകളിൽ നഗരസഭയുടെ ചുറ്റുമുള്ള തമ്പാനൂർ സെക്രട്ടേറിയറ്റ് ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന വാർഡ്, സെക്രട്ടേറിയറ്റ് വാർഡിന്റെ ഹരികുമാർ കൗൺസിലർ, അതേപോലെ തന്നെ ആ ചുറ്റുവട്ടത്തുള്ള കൗൺസിലർമാർ UDFന്റെ കൗൺസിലർമാർ ഈ രീതിയിൽ നിരുത്തരവാദിത്തപരമായ ഒരു പ്രതിഷേധ സമരവുമായി അവിടെ വന്നിരിക്കുകയല്ല ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ദുരിതം നേരിടുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊത്ത് എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തണം. ഇപ്പോൾ ഞങ്ങൾ എല്ലാ വാർഡിലും 15,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു ഇതിന്റെ പ്രവർത്തനം നടത്തുന്നതിനായിട്ട്. അതാത് വാർഡിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നടത്തേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. അതിപ്പോ UDFന്റെ കൗൺസിലർമാരുടെ വാർഡുകളിൽ അത് അവതാളത്തിലായിരിക്കുന്നു. ചന്ദ്രിക, ഇതൊക്കെ സാധാരണയായി റൂട്ടീനായിട്ട് നടത്താറുള്ള മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളാണ്. ഇതല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് തിരുവനന്തപുരം നഗരസഭ പ്ലാൻ ചെയ്തിട്ടുള്ളത്? പോയ വർഷം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടി അനുവദിച്ച തുകയിൽ എത്ര വാർഡുകൾ അത് ചെലവഴിച്ചിട്ടുണ്ട് എന്നൊരു കണക്കെടുത്തിട്ടുണ്ടോ? എത്ര തുക കൂടുതലായി ഇതിന് അനുവദിച്ചിട്ടുണ്ട്? എല്ലാ വർഷവും അനുവദിക്കുന്ന തുക NRHMന്റെയും ശുചിത്വ മിഷന്റെയും നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് കൃത്യമായ ഓഡിറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൗൺസിലർമാരുടെയും കൂടെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം കൗൺസിലർക്കാണ്. അതാത് വാർഡിന്റെ അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ അവർ നോക്കി നിൽക്കണം, അവർ ചെയ്യാനല്ല. ഇത് ചെയ്യുന്നുണ്ടോ, ഓടയെല്ലാം കൃത്യമായി കോരി മാറ്റുന്നുണ്ടോ, കാടുകൾ വെട്ടി തെളിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഉറവിടത്തിൽ കൊതുക് നശീകരണം നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാനുള്ള ഉത്തരവാദിത്വം അതാത് വാർഡിന്റെ. ജി ശങ്കർ, ഇവിടെ സാധാരണയായി എല്ലാ മഴക്കാലത്തിനും തൊട്ടു മുൻപായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് കെ ചന്ദ്രിക വിശദീകരിച്ചത്. ഇതല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ നടപ്പാക്കാറുണ്ടോ? വെള്ളക്കെട്ട് ഒരു തീരാ ദുരിതമായി കേരളത്തിൽ മാറുകയാണ്. ചെറിയൊരു മഴയിൽ പോലും നഗരങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നു. ഇപ്പോൾ ഈ ഇന്നലെയും മിനിഞ്ഞാന്നുമുണ്ടായ മഴയിൽ എറണാകുളവും തിരുവനന്തപുരവും വെള്ളത്തിൽ മുങ്ങിയ കാഴ്ച നാം കണ്ടു. ഇത് മറികടക്കാൻ ഇത്തരത്തിലുള്ള അപ്പോൾ സ്വീകരിക്കുന്ന പ്രതിവിധികൾ കൊണ്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും ഈ കാലാവസ്ഥ വ്യതിയാനം മുൻപോട്ട് വയ്ക്കുന്ന ദാർശനികമായിട്ടുള്ള ഏറെ സമസ്യകളുണ്ട്. പ്രധാനമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഭൂവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ കേരളം സൃഷ്ടിക്കുന്ന മാതൃകകൾ നമ്മൾ തീർച്ചയായിട്ടും തള്ളിക്കളയേണ്ടതാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വാസ്തുശില്പ ശൈലി നിലനിന്നിരുന്നു എന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. മലബാറിലും കൊച്ചിയിലും ഈ തെക്കൻ കേരളത്തിലുമൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് തനത് വാസ്തുശില്പ ശൈലി എന്നും ഉരുത്തിരിഞ്ഞു വന്നിരുന്നത്. ആ ശൈലിയിൽ നിന്നും തീർച്ചയായിട്ടും നമ്മൾ പിന്നോക്കം പോയിരിക്കുന്നു എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മലകളെല്ലാം ഇടിച്ച് നിരപ്പായ സ്ഥലങ്ങളാക്കി നമ്മൾ കെട്ടിടങ്ങൾ പണിയുകയാണ്. വയലുകളൊക്കെ നികത്തി മൈതാനങ്ങളാക്കി നമ്മൾ പണിയുകയാണ്. എല്ലാം ഫ്ലാറ്റൻ്റ് ആക്കിയിട്ട്, എല്ലാം നിരത്തിയിട്ട്, നിരത്തിയിട്ട് നമ്മൾ സമതല ഭൂമിയാക്കിയിട്ട് കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭീഷണി നേരിടും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഇന്ന് തിരുവനന്തപുരത്തുണ്ടായ ഖേദകരമായിട്ടുള്ള സംഭവം. ഒരു വലിയ റീറ്റെയിനിങ് വാൾ ഇടിഞ്ഞ് വീണ് 2-3 കെട്ടിടങ്ങൾ പരിപൂർണമായിട്ട് നാമാവശേഷമായത് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭൂവിനിയോഗത്തിനകത്ത് ശ്രദ്ധ എടുത്തില്ലെങ്കിൽ ഈ മണ്ണൊലിപ്പ്, ഈ മണ്ണൊലിപ്പ് അതുപോലെ മാത്രമല്ല വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രകൃതിയുടെ മുകളിൽ നടത്തുന്ന, പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ രംഗത്ത് നടത്തുന്ന
അധിനിവേശ അല്ലെങ്കിൽ വിധ്വംസ പ്രവൃത്തികളാണെന്ന് നമ്മൾ ഏറ്റെടുത്ത് പറയേണ്ടി വരും. ഇത് മറ്റൊരു പശ്ചാത്തലത്തിലൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. കേരളം നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവരുടെ മാപ്പ് അനുസരിച്ച് തന്നെ ഏറ്റവും ദുരന്ത സാധ്യതയുള്ള മേഖലയിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം ആ ദുരന്ത സാധ്യതകൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളപ്പൊക്കമോ അല്ലെ വരൾച്ചയോ അല്ലെ തീപിടുത്തമോ ഇങ്ങനെയൊന്നും കാണാറില്ല. കേരളത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് മുഖ്യമായ ഹേതു വരും കാലങ്ങളിൽ വരാൻ പോകുന്നത് ഒരു പക്ഷേ ഭൂകമ്പമോ ഒന്നും ആയിരിക്കില്ല. മനുഷ്യൻ പ്രകൃതിയുടെ മുകളിൽ നടത്തുന്ന അധിനിവേശത്തിൻ്റെ രക്തസാക്ഷിത്വമായിരിക്കും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കണ്ണീരായിട്ട് തീർച്ചയായിട്ടും പ്രകടിപ്പിക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ചെറുക്കപ്പെടേണ്ടതാണ്, പ്രതിരോധിക്കേണ്ടതാണ്. അതിനെതിരായിട്ടൊരു അവബോധം തീർച്ചയായിട്ടും വളരെ വ്യാപകമായിട്ട്. ഡോക്ടർ മാത്യു വർഗീസ്, ഇത് ഏറെക്കുറെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സമാനമായി നേരിടുന്ന ഒരു ഭീഷണിയാണ്. ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ ഒരു തത്വദീക്ഷയുമില്ലാതെ മനുഷ്യൻ ഭൂമിയുടെ മേൽ നടത്തുന്ന കയ്യേറ്റം, ഇത് വ്യാപകമായ തിരിച്ചടികൾ മലയാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് പാഠം പഠിക്കുന്നുണ്ടോ എന്ന കാര്യം വേറെ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ നഗരങ്ങൾ, ഒരുപക്ഷെ കേരളം ഒരു നഗര ഗ്രാമ സമ്മിശ്രമായ ഒരു ജീവിത വ്യവസ്ഥയാണ്, ഒരു ലാൻഡ്സ്കേപ്പാണ് കേരളത്തിനുള്ളത്. കേരളത്തിൻ്റെ നഗരാസൂത്രണം എത്രമാത്രം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്? ഇതിൽ പല വിഷയങ്ങളും ശങ്കർ സാറ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതാണ്. അതിൻ്റെ അകത്ത് കീ ആയിട്ടുള്ള പല കാര്യങ്ങളും സാറ് തന്നെ പറഞ്ഞു. എങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇപ്പം നഗരങ്ങളിലേക്ക് വന്നിരിക്കുന്ന മൂലധനത്തിൽ വലിയൊരു മാറ്റം അടുത്തിടെ സംഭവിച്ചിരിക്കുന്നത്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് നടക്കുമ്പോൾ തന്നെ നഗരങ്ങൾക്ക് താങ്ങാവുന്നതിൽ അധികം മൂലധനം പല തലങ്ങളിൽ കൂടി നഗരങ്ങളിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് നഗരങ്ങളുടെ ഒരു ജോഗ്രഫി, നാച്ചുറലായിട്ടുള്ളൊരു ജോഗ്രഫി, ആ നഗരങ്ങളിലുള്ള ബയോളജിക്കൽ കപ്പാസിറ്റി, ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് പലപ്പോഴും മൂലധനം ഇതിൽ രൂപം കൊള്ളുന്നത്. അത് പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മഴ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ അസുഖം വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ എടുത്തു വരുന്നു. അതൊരിക്കലും ഇതിനെ ഒരു പ്രോസസ്സായിട്ട് കാണുന്നില്ല. അതിനെ ഒരു പല കാര്യങ്ങൾ, പല ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടല്ല കാണുന്നത്, ഒരു ക്രൈസിസിനെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായി ഓരോ നഗരങ്ങളിലെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നു, അവിടുത്തെ ജോഗ്രഫി, അവിടുത്തെ ബയോളജി, ഇങ്ങനത്തെ കാര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടല്ല നമ്മളുടെ പ്ലാനിങ് നടക്കുന്നതെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങൾ സർഫസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഓരോ നഗരങ്ങൾക്കും ഓരോ സ്വഭാവം ഉണ്ടാവും. അതിൻ്റെ അകത്തെ മറ്റ് പല കീ ആയിട്ടുള്ള കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ശങ്കർ സാർ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിക്കും. റൈറ്റ്, മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് കെ ചന്ദ്രിക, നഗരങ്ങളുടെ ആസൂത്രണത്തിൻ്റെ കാര്യത്തിൽ, ടൗൺ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും പുറകിലാണ്. ഒരുപക്ഷെ 3-4 പതിറ്റാണ്ട് മുമ്പുള്ള മാസ്റ്റർ പ്ലാനുകളാണ് ഇപ്പോൾ പല നഗരസഭകളും തങ്ങളുടെ നഗരാസൂത്രണത്തിന് ആധാരമായി ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിലും ഇത് സമാനമായിരിക്കാം. മുമ്പാരോ എഴുതിയിട്ടുള്ളത് വായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് തിരുവനന്തപുരം നഗരത്തെ പരിശോധിച്ചാൽ ഒരുപക്ഷെ ടെക്നോ പാർക്ക് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയില്ല എന്ന്. ശരിയല്ലേ? അതിപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ച് ടൗൺ പ്ലാനിംഗ് വകുപ്പാണ്. ചീഫ് ടൗൺ പ്ലാനറും റീജിയണൽ ടൗൺ പ്ലാനറും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ, കരട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുവന്നത്. അങ്ങനെ തയ്യാറാക്കി കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനകത്ത് ഒന്നാമത് ഇംഗ്ലീഷിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ